പ്രണവ് മോഹൻലാൽ നായകനായ രാഹുൽ സദാശിവൻ ചിത്രം DSCറെ 100 കോടിയിലേക്ക്. ചിത്രം മൂന്നാം വാരത്തിലേക്ക് കടക്കുമ്പോൾ 475ലേറെ സ്ക്രീനുകളിലാണ് പ്രദർശനം തുടരുന്നത്. ഒക്ടോബർ 31-നാണ് DSCറെ പ്രദർശനത്തിന് എത്തിയത്. ശരിക്കും ഞെട്ടിയത് പ്രണവിന്റെ അഭിനയം കണ്ടു തന്നെയാണ് മലയാളികൾ. DSCറേക്ക് വൻ പ്രേക്ഷക പ്രതികരണം തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രണവ് മോഹൻലാൽ രാഹുൽ സദാശിവൻ കൂട്ടുകെട്ടിലിറങ്ങിയ ഈ ചിത്രം മികച്ച പ്രതികരണങ്ങളാണ് തിയേറ്ററുകളിൽ നിന്നും നേടുന്നതെന്ന സന്തോഷ വാർത്ത തന്നെയാണ് പുറത്തുവരുന്നത്. ക്രോധത്തിന്റെ ദിനം എന്നർത്ഥം വരുന്ന ദ ഡേ ഓഫ് റാത്ത് എന്ന ടാഗ്ലൈനോടെയാണ് ചിത്രം എത്തിയത്. പ്രത്യേകിച്ച് പ്രീ റിലീസ് അഭിമുഖങ്ങളോ പ്രസ് മീറ്റുകളോ ഒന്നും കൂടാതെ എത്തിയ ചിത്രത്തിന് മികച്ച മൗത്ത് പബ്ലിസിറ്റി തന്നെ ലഭിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നടക്കം മികച്ച കളക്ഷൻ നേടുന്ന ചിത്രത്തിന് ആഗോള ബോക്സ് ഓഫീസിലും നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നുവെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഈ വർഷം തുടരെ സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച മോഹൻലാലിന്റെ 3 ചിത്രങ്ങളും 50 കോടിയിലധികം കളക്ഷൻ നേടിയിരുന്നു. തൊട്ടു പിന്നാലെയാണ് അതേ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കാൻ പ്രണവ് മോഹൻലാലും എത്തിയിരിക്കുന്നത്. എമ്പുരാൻ, തുടരും, ഹൃദയപൂർവ്വം തുടങ്ങിയ സിനിമകളിലൂടെ മോഹൻലാൽ ഈ വർഷം ഈ നേട്ടം നേടിയെങ്കിൽ പ്രണവ് 4 വർഷത്തിനിടയ്ക്ക് ചെയ്തത് വെറും 3 സിനിമകൾ മാത്രം. അതും 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന ചിത്രങ്ങൾ തന്നെയാണിവ. വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിനു ശേഷം പ്രണവ് മോഹൻലാൽ നായകനാകുന്ന ചിത്രം എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഗംഭീരമായ ദൃശ്യങ്ങളും ത്രസിപ്പിക്കുന്ന പശ്ചാത്തല സംഗീതവും ട്രെയിലർ കൂടുതൽ ആവേശകരമാക്കുന്നുണ്ട് DSCറേത്. ആയതിനാൽ തന്നെ രാഹുൽ സദാശിവൻ എന്ന സംവിധായകന്റെ മികവും ഇപ്പോൾ ആളുകൾ എടുത്തു പറയുകയാണ്. അദ്ദേഹം ചെയ്ത മിസ്റ്ററി ഹൊറർ ചിത്രം ഇതിനോടകം ചർച്ചയായി കഴിഞ്ഞു എന്ന് തന്നെയാണ് സിനിമാ ലോകത്തു നിന്നും കാണുന്നത്. പ്രണവിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് DSCറയിൽ. തിരക്കഥ, മേക്കിംഗ്, സംഗീതം, പെർഫോമൻസ് തുടങ്ങി ത്തിലും ചിത്രം മികവ് പുലർത്തുന്നു എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. രാഹുൽ സദാശിവൻ തന്നെയാണ് തിരക്കഥ. ബ്രഹ്മയുഗത്തിന് ശേഷം രാഹുൽ സദാശിവം സംവിധാനം ചെയ്ത സിനിമയാണ് DSCറെ. സൗണ്ട് ഡിസൈനർ ജയദേവൻ ചക്കാടത്തും സൗണ്ട് മിക്സിംഗ് നിർവഹിച്ച MR രാജകൃഷ്ണനും കയ്യടി നേടുന്നുണ്ട്. 75 കോടി ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ പിന്നിട്ട് പ്രണവ് മോഹൻലാൽ നായകനായ ഈ ചിത്രം 100 കോടിയിലേക്ക് അടുക്കുകയാണെന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണം. ചിത്രം പുറത്തിറങ്ങി 2 ആഴ്ച കൊണ്ടാണ് ഈ നേട്ടത്തിലെത്തിയത്. മൂന്നാം വാരത്തിലേക്ക് കടന്നപ്പോൾ ചിത്രം 475ലേറെ സ്ക്രീനുകളിലാണ് ഇപ്പോഴും പ്രദർശനം തുടരുന്നത്. ഒക്ടോബർ 31-നാണ് ചിത്രം പ്രദർശനത്തിന് എത്തിയത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.